ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എവർ ആർട്ടിഫിഷ്യൽ റെയിൻ ഇൻ ഡൽഹി ലൈക്ലി ഫ്രം ജൂലൈ 4 to 11, എൻവയോൺമെന്റ് മിനിസ്റ്റർ. അതായത് ഡൽഹിയിൽ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ റെയിൻ കണ്ടക്ട് ചെയ്യുകയാണ്. വാട്ടർ സ്കേഴ്സിറ്റിയും അതേപോലെ തന്നെ പൊല്യൂഷനും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൂവ് ചെയ്യുന്നത്. Then second one, large genetic map of Indian flags, hidden disease risk. അതായത് ഇന്ത്യയുടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ജീനോമിക് മാപ്പ് അതിൽ എത്രത്തോളമാണ് കോംപ്ലക്സ് ആയിട്ടുള്ള ആൻസിസ്ട്രൽ മിക്സും ഡിസീസ് റിസ്കുകളും ഒക്കെ ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് തേർഡ് വൺ, വാട്ട് ആർ ദ ഇഷ്യൂസ് അറൌണ്ട് ഡിപ്പോർട്ടേഷൻ. അതായത് ബംഗ്ലാദേശ് മൈഗ്രൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിപ്പോർട്ടേഷൻ അത് എത്രത്തോളം ലീഗൽ ആൻഡ് എത്തിക്കൽ കൺസേൺസ് നമുക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് ഫോർത്ത് വൺ, വാട്ട് ഈസ് ദ ലീഗാലിറ്റി ഓഫ് US സ്ട്രൈക്സ് ഓൺ ഇറാൻ. അതായത് US ഇറാന്റെ മേലിലുള്ള സ്ട്രൈക്സ് എത്രത്തോളം ഇന്റർനാഷണൽ ലോയിന് ഒബേ ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ വളരെ ഡീപ്പായിട്ട് അനാലിസിസ് നടത്തുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ, വേർ ഡസ് ദ ഇന്ത്യ ലാഗ് ഇൻ ജെൻഡർ മെട്രിക്സ്. അതായത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ പെർഫോമൻസ് വളരെ ലോ ആയിരുന്നു. എന്തുകൊണ്ടാണ് ആ പെർഫോമൻസ് ഇത്രത്തോളം മോശമായത്? അതിനൊക്കെ തന്നെ വുമൻസിന്റെ ഇടയിലുള്ള പൊളിറ്റിക്കൽ എംപവർമെന്റ് എന്ന് പറയുന്നത് ഇത്രത്തോളം കുറയാനുള്ള റീസൺസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ആ ഒരു ആർട്ടിക്കിളിൽ നോക്കുന്നത്. സോ ഇനി ഓരോ ആർട്ടിക്കിളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോവാം. ഫസ്റ്റ് വൺ, ഫസ്റ്റ് എവർ ആർട്ടിഫിഷ്യൽ റെയിൻ ഇൻ ഡൽഹി ലൈക്ലി ഫ്രം ജൂലൈ 4 to 11, എൻവയോൺമെന്റ് മിനിസ്റ്റർ. അതായത് ആദ്യത്തെ ഫസ്റ്റ് ക്ലൗഡ് സീഡിംഗ് ട്രയല് ഡൽഹിയിൽ നടക്കാൻ പോവുകയാണ്. അർബൻ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ടായിരുന്നു ഈ ഒരു മൂവും കാര്യങ്ങളും ഒക്കെ. IIT കാൺപൂരും അതിനൊക്കെ തന്നെ IMDയുമായിട്ട് ഒത്തുചേർന്നിട്ടാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ റെയിൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ ടെക്നോളജി ആൻഡ് ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ്? സെസീന എയർക്രാഫ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിനൊക്കെ തന്നെ CD മിക്സർ ആയിട്ട് സിൽവർ ഐഡൈഡും ഐഡൈസ്ഡ് സോൾട്ടും റോക്ക് സോൾട്ടുമാണ് നമ്മൾ ക്ലൗഡ്സിൽ ഡിസ്പേഴ്സ് ചെയ്യുന്നത്. സോ 100 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലായിരിക്കും. ബഡ്ജറ്റ് എന്ന് പറയുന്നത് 3.21 crore ആണ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെലവാക്കുന്നത്. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ കോണ്ടെക്സ്റ്റ് എന്താണ്? അതായത് പൊല്യൂഷനും അതേപോലെ തന്നെ വാട്ടർ സ്കേഴ്സിറ്റിയും അഡ്രസ് ചെയ്യാനായിട്ടാണ് ഗവൺമെന്റ് ഈ ഒരു പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു മൺസൂൺ ടൈമില് ഇത് എത്രത്തോളം ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും എന്നുള്ള തരത്തിലും ക്രിറ്റിസിസം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ബ്രെയിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എന്താണ് ഈ ക്ലൗഡ് സീഡിങ്, അതിന്റെ കോൺസെപ്റ്റ് എന്താണ്, അതിന്റെ പർപ്പസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതായത് റെയിൻഫോൾ ഇൻഡ്യൂസ് ചെയ്യുക, ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് യൂസ് ചെയ്ത് റെയിൻഫോൾ ഇൻഡ്യൂസ് ചെയ്യുക, അതേപോലെ തന്നെ ക്ലൗഡ്സിനകത്ത് കെമിക്കൽസ് ഡിസ്പേഴ്സ് ചെയ്ത് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ റെയിൻഫോൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സ്. സോ ഡ്രൗട്ട് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ടാക്കിൾ ചെയ്യാൻ സാധിക്കും. അതിനൊക്കെ വാട്ടർ സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. എയർ പൊല്യൂഷൻ നമുക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. കാരണം ഡൽഹി എത്രത്തോളം പൊല്യൂട്ടഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ഈ ഒരു ആർട്ടിഫിഷ്യൽ റെയിൻഫോൾ കണ്ടക്ട് ചെയ്യണമെങ്കിൽ വളരെയധികം മോയ്സ്ചർ റിച്ച് ആയിട്ടുള്ള ക്ലൗഡ്സ് ആണ് ആവശ്യമുള്ളത്. അതിനൊക്കെ തന്നെ ക്ലിയർ സ്കൈസിൽ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ റെയിൻഫോൾ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുകയുമില്ല. സോ സിൽവർ ഐഡൈഡ് ആണ് നമ്മൾ ഇവിടെ കെമിക്കൽ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് -12°C to -5°C ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുക. എയർക്രാഫ്റ്റോ അല്ലെങ്കിൽ റോക്കറ്റ്സോ വഴിയായിരിക്കും നമ്മൾ ഈ പറയുന്ന സിൽവർ ഐഡൈഡ് കാര്യങ്ങളൊക്കെ ഡിസ്പേഴ്സ് ചെയ്യുക. സോ വളരെ സ്മോൾ എമൗണ്ടിലായിരിക്കും നമ്മൾ ഇത് യൂസ് ചെയ്യുക. കാരണം ആ ഒരു ചെറിയ എമൗണ്ട് മാത്രമാണ് നമ്മൾ സേഫ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാരണം എൻവയോൺമെന്റൽ ഇമ്പാക്റ്റും കാര്യങ്ങളും ഒക്കെ ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ ഇപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. Then role of IIT കാൺപൂർ, IMD and DGCA. IIT കാൺപൂർ ആണ് റിസർച്ച് ആയാലും കെമിക്കൽ മിക്സ് ഡിസൈനും ഫീൽഡ് ഓപ്പറേഷൻസും ഒക്കെ ഈ ഒരു പ്ലാനിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. IMD എന്ന് പറയുന്നത് വെതർ ഡേറ്റ, അതിനൊക്കെ ഏത് ടൈമിലാണ് സീഡിങ്ങും കാര്യങ്ങളും ഒക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇൻസ്ട്രക്ഷൻ നൽകിയിരിക്കുന്നത് IMD ആണ്. ദെൻ DGCA ആണ് ഏത് എയർക്രാഫ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്, അതിന്റെ ഫ്ലൈറ്റ് സേഫ്റ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ഓപ്പറേഷനിൽ നോക്കുന്നത് ഈ പറഞ്ഞ DGCA ആണ്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS3ലും GS2ലും ഈ ഒരു ന്യൂസ് വളരെയധികം റെലവെന്റ് ആണ്. കാരണം യൂസ് ഓഫ് ജിയോ എഞ്ചിനീയറിംഗ് ടെക്നിക്സ് ലൈക്ക് ക്ലൗഡ് സീഡിംഗ് ഫോർ എയർ പൊല്യൂഷൻ കൺട്രോൾ, സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷൻ ആൻഡ് റെഗുലേറ്ററി ക്ലിയറൻസ് ഫോർ എൻവയോൺമെന്റൽ പ്രോജക്ട്, ആപ്ലിക്കേഷൻ ഓഫ് എമർജിംഗ് ടെക്നോളജീസ് ഇൻ എൻവയോൺമെന്റൽ മാനേജ്മെന്റ്. ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു ന്യൂസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ആൻഡ് സെക്കൻഡ് വൺ, ലാർജ് ജനറ്റിക് മാപ്പ് ഓഫ് ഇന്ത്യൻസ്, ഫ്ലാഗ്സ്, ഹിഡൻ ഡിസീസ് റിസ്ക്. അതായത് ഇന്ത്യയുടെ
കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ജീനോമിക് മാപ്പിൽ ഒളിഞ്ഞു കിടക്കുന്ന കോംപ്ലക്സ് ആൻസെസ്ട്രൽ മിക്സ് എത്രത്തോളമാണ്, അത് എത്രത്തോളം ഡിസീസ് റിസ്കുകൾ നമുക്ക് ഉണ്ടാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ നമ്മൾ നോക്കുന്നത്. 23 സ്റ്റേറ്റുകളെയും അതേക്കനെ യൂണിയൻ ടെറിട്ടറീസിനെയും ഒക്കെ നമ്മൾ ഈ ഒരു ജീനോംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള ആൻസെസ്ട്രൽ മിക്സും അതേക്കനെ സ്ട്രോങ് ഫൗണ്ടർ എഫക്ട്സും ഒക്കെയാണ് എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഹെൽത്ത് ആൻഡ് ഡിസീസ് ഇംപ്ലിക്കേഷൻസ് എത്രത്തോളമാണ്, അതായത് ഈ ഒരു സ്റ്റഡി 1.6 ലാക്ക് പ്രോട്ടീൻ ഓൾട്ടറിംഗ് ജനറ്റിക് വേരിയൻസ് ആണ് കണ്ടെത്തിയിട്ടുള്ളത്. സോ ഈ ഒരു ജനറ്റിക് വേരിയൻസ് എന്ന് പറയുന്നത് തലസ്മിയ, കൺജനിറ്റൽ ഡെഫിനസ് ആൻഡ് സിസ്റ്റിക് ഫൈബ്രോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ വളരെയധികം ചാൻസസ് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. സോ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള പ്രിസിഷൻ മെഡിസിന്റെ ആവശ്യകത ഈ ഒരു ന്യൂസിൽ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ആൻസെസ്ട്രി ആൻഡ് ആർക്കൈവ് ഹോമിനിയൻസ്, അതായത് ഇന്ത്യ എന്ന് പറയുന്ന നിയാൻഡർതാൽ ട്രേസ് വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ ആണ്. സോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലായാലും ഒക്കെ അതിന്റെ വേരിയൻസ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഈ COVID-19 സിവിയറിറ്റിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൂടുതലും ലിങ്ക് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. സോ അഡാപ്റ്റീവ് അഡ്വാൻറ്റേജ് അൻഷ്യന്റ് ഇന്റർബ്രീഡിംഗ് ടൈമിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇനി പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കാം. 3 ancient ancestry sources in Indian genomes ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ AASI, അതായത് ഏർലിയസ്റ്റ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ഹണ്ടർ ഗാദേഴ്സിനെയാണ് നമ്മൾ ഈ പറഞ്ഞ AASI ആയിട്ട് പറയുന്നത്. ദെൻ ഇറാനിയൻ റിലേറ്റഡ് ഫാമേഴ്സ്, അവര് ഏർലി മൈഗ്രൻസ് ആയിരുന്നു, ഫാമിംഗ് കാര്യങ്ങളൊക്കെ ബ്രോട്ട് ചെയ്തത് അവരായിരുന്നു. ദെൻ യൂറേഷ്യൻ സ്റ്റെപ്പി പാസ്റ്ററലൈറ്റ്സ്, അവര് ലേറ്റർ മൈഗ്രൻസ് ആയിരുന്നു. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് ഒക്കെ സ്പ്രെഡ് ചെയ്തത് ഈ പറഞ്ഞ യൂറേഷ്യൻ സ്റ്റെപ്പി പാസ്റ്ററലൈറ്റ്സ് ആയിരുന്നു. ദെൻ എന്താണ് ഈ പറഞ്ഞ ഫൗണ്ടർ എഫക്ട്, ഹോമോസൈഗോസിറ്റി, ആർക്കൈവ് ഹോമിനിയൻ DNA തുടങ്ങിയവ നോക്കാം. ഫൗണ്ടർ എഫക്ട് എന്ന് പറയുന്നത് ഫ്യൂ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ ഓഫ് കോഴ്സ് എന്താണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി അവിടെ ലെസ് ആണ്. ദെൻ ഹോമോസൈഗോസിറ്റി, അതായത് ഐഡന്റിക്കൽ ജീൻസ് ഭയങ്കര അധികം കൂടുതലായിരിക്കും. എൻഡോഗാമസ് ഗ്രൂപ്പിലായിരിക്കും ആ ഒരു ഫീച്ചേഴ്സ് കൂടുതലായിട്ട് നമ്മൾ കാണുക. ദെൻ ആർക്കൈക് DNA എന്ന് പറയുന്നത് 1 to 4% നിയാൻഡർതാൽ ജീൻസ് ആയിരിക്കും. അതായത് മോഡേൺ ഇന്ത്യൻസിലേക്ക് കാണപ്പെടുന്നത് ഈ പറയുന്ന ആർക്കൈക് DNA ആയിരിക്കും. ദെൻ എന്താണ് ഈ പറഞ്ഞ ജീനോം സീക്വൻസിങ്, പ്രോട്ടീൻ ആൾട്ടറിംഗ് വേരിയൻസ് തുടങ്ങിയവ നോക്കാം. ജീനോം സീക്വൻസ് എന്ന് പറയുന്നത് DNA മൊത്തത്തിൽ റീഡ് ചെയ്യുക, റീഡ്സ് ഓൾ DNA. അതേനൊക്കെ തന്നെ ജനറ്റിക് ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ ഫൈൻഡ് ചെയ്യാനാണ് നമ്മൾ ജീനോം സീക്വൻസിങ് യൂസ് ചെയ്യുന്നത്. ദെൻ പ്രോട്ടീൻ ആൾട്ടറിംഗ് വേരിയൻസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുക, അതായത് ഡിസീസിനും അല്ലെങ്കിൽ ആ ഒരു ട്രയഡ്സിനും അനുസരിച്ച് ആ ഒരു ഫങ്ഷൻസ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോട്ടീൻ ആൾട്ടറിംഗ് വേരിയൻസ് എന്ന് പറയുക. ദെൻ ഇതിന്റെ ഇംപ്ലിക്കേഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണ്, ഡിസീസ് റിസ്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നു. അതേനൊക്കെ തന്നെ പോപ്പുലേഷന്റെ ഇടയ്ക്കുള്ള ഡ്രഗ് റെസ്പോൺസ് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാനും ഈ പറഞ്ഞ ജീനോം സീക്വൻസിങ്ങും പ്രോട്ടീൻ ആൾട്ടറിംഗ് വേരിയേഷൻസും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ദെൻ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS1 GS2 ഈ ഒരു ന്യൂസ് വളരെയധികം റെലവന്റ് ആണ്. കാരണം ജനറ്റിക് ഡൈവേഴ്സിറ്റി റിഫ്ലക്ടിംഗ് കാസ്റ്റ്, language and social structure in India, implication of population genomics for inclusive public health and precision medicine, application for genome sequencing in understanding ancestry and disease prediction. ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു ന്യൂസ് വളരെയധികം റെലവന്റ് ആണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഇഷ്യൂസ് അറൌണ്ട് ഡിപ്പോർട്ടേഷൻ, അതായത് ഈ പറയുന്ന ഡിപ്പോർട്ടേഷൻ കാര്യങ്ങളിലുമുള്ള നമ്മുടെ ഇഷ്യൂസും ഒക്കെയാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബംഗ്ലാദേശ് മൈഗ്രൻസിനെ വളരെയധികം നമ്മൾ അവരെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള നീക്കങ്ങളും കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. സോ ഒരു ലീഗൽ ഡിപ്പോർട്ടേഷനേക്കാൾ ഉപരി പുഷ് ബാക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ അത് എത്രത്തോളം ലീഗൽ ആൻഡ് എത്തിക്കൽ കൺസേൺസ് നമുക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. പുഷ് ബാക്ക് വേഴ്സസ് ഡിപ്പോർട്ടേഷൻ ഡിബേറ്റ് ഇന്റൻസിഫൈസ്, അതായത് പുഷ് ബാക്ക് ആണോ അതോ ഡിപ്പോർട്ടേഷൻ ആണോ, ഏതാണ് ബെറ്റർ, അതിലുള്ള ലീഗൽ ആൻഡ് എത്തിക്കൽ കൺസേൺസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണുന്നത്. ആൻഡ് സ്റ്റേറ്റ് വേഴ്സസ് സെൻട്രൽ ആൻഡ് ലീഗൽ ഫ്രെയിംവർക്ക്, സിറ്റിസൺഷിപ്പും ഡിപ്പോർട്ടേഷനും യൂണിയൻ ലിസ്റ്റിന്റെ ഭാഗമാണ്. സോ ആസാം അടക്കമുള്ള സ്റ്റേറ്റുകള് ഇമിഗ്രൻസ് എക്സ്പൾഷൻ ഫ്രം ആസാം ആക്ട് 1950 തുടങ്ങിയ ലോസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് പലപ്പോഴും ഈ പറയുന്ന രീതിയിൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ആയിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ ഇവിടെ മുന്നിൽ കാണുന്നുണ്ട്. ആൻഡ് ന്യൂ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025 എന്ന് പറയുന്നത് കൊളോണിയൽ ഇറ ലോസിനെയൊക്കെ മാറ്റിക്കൊണ്ട് പുതിയ ഒരു മാനം കൊടുക്കാനായിട്ട് ഈ പറയുന്ന പുതിയ ലോസിനൊക്കെ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു ഡിപ്പോർട്ടേഷൻ ആയാലും അതേ കണക്ക് തന്നെ പുഷ് ബാക്ക് ആയാലും ക്രിയേറ്റ് ചെയ്യുന്ന ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് വെസ്റ്റ് ബംഗാൾ അടക്കമുള്ള സ്റ്റേറ്റ്സ് ബംഗ്ലാദേശ് മൈഗ്രൻസിനെ വളരെയധികം റോങ്ഫുള്ളി എന്നുള്ള രീതിയിൽ പുഷ് ബാക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് പലപ്പോഴും ആർബിട്രറി ആക്ഷനും അതേ തന്നെ ഫെഡറൽ ടെൻഷൻസും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എന്താണ് ഈ പറഞ്ഞ പുഷ് ബാക്ക്, എന്താണ് ഈ പറഞ്ഞ ഡീപ്പോർട്ടേഷൻ, ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഈ പറഞ്ഞ പുഷ് ബാക്ക്? അതായത് ബോർഡർ ക്രോസ് ചെയ്തിട്ടുള്ള വളരെയധികം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിട്ടേൺ ആണ് ഈ പറയുന്ന പുഷ് ബാക്ക്. അവിടെ ഒരു തരത്തിലുള്ള ലീഗൽ പ്രോസസ്സും കാര്യങ്ങളും ഇല്ല. ഇമ്മീഡിയറ്റ് എഫക്റ്റിലായിരിക്കും ഈ പറഞ്ഞ പുഷ് ബാക്കും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുക. ഡീപ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വളരെയധികം ലീഗൽ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷമുള്ള ഫോർമൽ റിമൂവലായിരിക്കും ഈ പറയുന്ന ഡീപ്പോർട്ടേഷൻ. പുഷ് ബാക്ക് എന്ന് പറയുന്നത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ ലാക്സ് ആയിരിക്കും. അതേസമയം ഡീപ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ലോയ്ക്ക് അനുസൃതമായിട്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദെൻ ഇമിഗ്രൻസ് എക്സ്പൾഷൻ ഫ്രം ആസാം ആക്ട് 1950, അതായത് ആസാമിന് കൊടുത്ത ഒരു സ്പെഷ്യൽ പവർ എന്നുള്ള രീതിയിലാണ് ഈ ഒരു റൂള് മുന്നോട്ട് പോകുന്നത്. സർട്ടൺ ഇമിഗ്രൻസിനെ എക്സ്പെൽ ചെയ്യാൻ ആസാമിന് അധികാരം കൊടുത്ത ഒരു റൂളായിരുന്നു ഈ പറയുന്ന ഇമിഗ്രൻസ് എക്സ്പൾഷൻ ഫ്രം ആസാം ആക്ട് 1950. അതെനിക്ക് തന്നെ സെക്യൂരിറ്റിക്കായാലും പബ്ലിക് ഓർഡറിനായാലും ഒക്കെ ഇത് ഈ ഒരു ലോ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ആസാം റീജിയനെ മാത്രമായിട്ട് സ്പെസിഫിക്കലി അപ്ലൈ ചെയ്ത ഒരു ആക്ട് ആയിരുന്നു ഇമിഗ്രൻസ് എക്സ്പൾഷൻ ഫ്രം ആസാം ആക്ട് 1950. ദെൻ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025, അതായത് ഫോറിനേഴ്സിനെ ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൊളോണിയൽ ലോയിനെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒന്നായിരുന്നു ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025. വളരെയധികം സ്ട്രിക്റ്റർ ആയിട്ടുള്ള ചെക്കും അതിനൊക്കെ ഡിജിറ്റൽ ട്രാക്കിങ്ങും ഒക്കെ ഈ ഒരു ആക്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലീഗൽ മൈഗ്രേഷനും കാര്യങ്ങളും ഒക്കെ കർബ് ചെയ്യുക, അതിനൊക്കെ തന്നെ സെക്യൂരിറ്റി കുറെ കൂടെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു ആക്ടിന് പിന്നിലുള്ള മെയിൻ ഒബ്ജക്റ്റീവ്. ദെൻ ഫ്രീ മൂവ്മെന്റ് റെജീം വിത്ത് മ്യാൻമർ ആൻഡ് നേപ്പാൾ. മ്യാൻമറിനായാലും നേപ്പാളിനായാലും നമ്മൾ ഫ്രീ മൂവ്മെന്റ് റെജീം കാര്യങ്ങളും ഒക്കെ അലോ ചെയ്യുന്നുണ്ട്. മ്യാൻമറിന്റെ കേസിലാണെങ്കിൽ ലോക്കൽസിന് വിസ ഇല്ലാണ്ട് തന്നെ 60 കിലോമീറ്റർ ബോർഡർ ട്രാവൽ ചെയ്യാൻ സാധിക്കും. നേപ്പാളിനാണെങ്കിലും ഓപ്പൺ ബോർഡർ ആണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ മൂവ്മെന്റ് ആൻഡ് റെസിഡൻസ് ആണ് അലോ ചെയ്തിട്ടുള്ളത്. ഇത് ലോക്കൽ ട്രേഡിനെയും അതേണക്കിനെ കൾച്ചറൽ ടൈസിനെയും വളരെയധികം ഹെൽപ്പ് ആക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ഇൻ ഇമിഗ്രേഷൻ ആൻഡ് ഡിപ്പോർട്ടേഷൻ മാറ്റേഴ്സ്, ലീഗൽ വേഴ്സസ് എക്സ്ട്രാ ലീഗൽ അപ്രോച്ചസ് ഇൻ ഹാൻഡ്ലിംഗ് അൺഡോക്യുമെന്റഡ് മൈഗ്രൻസ്, ഇന്ത്യസ് ബോർഡർ മാനേജ്മെന്റ് ആൻഡ് റെഫ്യൂജി പോളിസി വിത്ത് നൈബേഴ്സ്. ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ലീഗാലിറ്റി ഓഫ് US സ്ട്രൈക്സ് ഓൺ ഇറാൻ? അതായത് ഇറാന്റെ മേലുള്ള ന്റെ സ്ട്രൈക്സ് എത്രത്തോളം ആയിരുന്നു ഇന്റർനാഷണൽ ലോസിനെ ഒബേ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇതിനകത്ത് എത്രത്തോളം ലീഗാലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ കാണുന്നത്. അതായത് പ്രീഎംപ്റ്റീവ് ആൻഡ് കളക്റ്റീവ് സെൽഫ് ഡിഫൻസ്, അതിനൊക്കെ തന്നെ ലീഗൽ ഡിബേറ്റ് ഓവർ സെൽഫ് ഡിഫൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നും ലോകത്തിന് മുന്നിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ന്റെ ഇറാന്റെ മേലുള്ള ആക്രമണമായിരുന്നു. സോ ഇന്റർനാഷണൽ ഓർഡറിന് എതിരെയുള്ള ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട് ആയിട്ടാണ് നമ്മൾ ന്റെ ഈ ഒരു പ്രവൃത്തിനെ കാണുന്നത്. അതേപോലെ തന്നെ പലപ്പോഴും കരോളിൻ സ്റ്റാൻഡേർഡിനെയും കാര്യങ്ങളെയും ഒന്നും തന്നെ ഇവിടെ അക്സെപ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ സെൽഫ് ഡിഫൻസ് ഡോക്ടറിന്റെ പേരിൽ പവർഫുൾ സ്റ്റേറ്റ്സ് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് അധിനിവേശം നടത്തുന്നത് എങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും എന്നുള്ളതും ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ UN ചാർട്ടർ ആർട്ടിക്കിൾസ് 2 clause 4 ആൻഡ് 51 വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം 2 clause 4 പറയുന്നത് അതർ സ്റ്റേറ്റ്സിനെതിരെ വളരെയധികം ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ആക്രമണങ്ങളും മറ്റുമൊക്കെ തടയുന്നതാണ് UN ചാർട്ടർ ആർട്ടിക്കിൾ 2 clause 4 പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 51 പറയുന്നത് സെൽഫ് ഡിഫൻസ് എന്നുള്ള കാര്യം അറ്റാക്ക് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും അലോ ചെയ്തിട്ടുണ്ടാവുക. ദെൻ UN സെക്യൂരിറ്റി കൗൺസിലിനെ മസ്റ്റ് ആയിട്ട് ഇൻഫോം ചെയ്തതിനു ശേഷം മാത്രമേ ഈ സെൽഫ് ഡിഫൻസ് എന്നുള്ള കാര്യവുമായിട്ട് ഏതൊരു രാജ്യമായാലും മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ന്റെ ചാർട്ടറിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ UN സെക്യൂരിറ്റി കൗൺസിലിനെ യാതൊരു തരത്തിലുള്ള രീതിയിലും ഇതൊരു സെൽഫ് ഡിഫൻസ് ആണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഇമിനന്റ് ത്രെട്ട് ഉണ്ടെന്നോ ഉള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയിച്ചിട്ടില്ല എന്നുള്ളതും ഖേദകരമായ വസ്തുതയാണ്. ദെൻ എന്താണ് ഈ പറഞ്ഞ ആന്റിസിപ്പേറ്ററി വേഴ്സസ് പ്രീ എംപ്റ്റീവ് സെൽഫ് ഡിഫൻസ്? ആന്റിസിപ്പേറ്ററി സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്നത് ഇമിനന്റ് ആയിട്ടുള്ള ത്രെട്ട് ആണ്. അപ്പോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്തേ മതിയാകുന്നുള്ള അത്രയും ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് നമ്മൾ ആന്റിസിപ്പേറ്ററി സെൽഫ് ഡിഫൻസും കാര്യങ്ങളും ഒക്കെ പറയുക. ദെൻ എന്താണ് ഈ പറഞ്ഞ പ്രീ എംപ്റ്റീവ്? അതായത് അത് കുറച്ചുകൂടി കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ത്രെട്ട് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ത്രെട്ട് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്, അതുകൊണ്ട് നമ്മൾ മുന്നേ കൂട്ടി ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ, മുന്നേ കൂട്ടി നമ്മൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന പ്രീ എംപ്റ്റീവ് സെൽഫ് ഡിഫൻസും കാര്യങ്ങളും പറയുന്നത്. ഇത് കൂടുതലും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. UN ചാർട്ടർ സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്ന കാര്യം അറ്റാക്ക് സംഭവിച്ചതിന് ശേഷം മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ. ദെൻ എന്താണ് ഈ പറയുന്ന കരോളിൻ കേസ് ക്രൈറ്റീരിയ?
അതായത് കരോളിൻ കേസ് ക്രൈറ്റീരിയയിൽ പറയുന്നത് ത്രെട്ട് ഇൻസ്റ്റന്റ് ആയിരിക്കണം, ഓവർവെൽമിംഗ് ആയിരിക്കണം, അത് കണക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും ക്രൂഷ്യൽ ആയിട്ട് അത്രയും പോയിന്റ് ഓഫ് ടൈമിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ ഈ പറയുന്ന കരോളിൻ കേസ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നത്. റെസ്പോൺസ് പ്രൊപ്പോർഷൻ എന്ന രീതിയിലും ഈ പറയുന്ന കരോളിൻ കേസ് ക്രൈറ്റീരിയയിൽ പറയാറുണ്ട്. ദെൻ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് നിക്കാരാഗ്വ കേസ് ആൻഡ് എഫക്റ്റീവ് കൺട്രോൾ, അതായത് പ്രോക്സി വാർഫെയർ റെസ്പോൺസിബിലിറ്റിക്കും കാര്യങ്ങൾക്കുമൊക്കെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന നിക്കാരാഗ്വ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എഫക്റ്റീവ് കൺട്രോൾ എങ്ങനെയാണ്, സെൽഫ് ഡിഫൻസും കാര്യങ്ങളും എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന നിക്കാരാഗ്വ കേസിൽ കാണാൻ സാധിക്കും. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം ലീഗൽ ലിമിറ്റ്സ് ഓഫ് സെൽഫ് ഡിഫൻസ് ഇൻ ഇന്റർനാഷണൽ ലോ ആൻഡ് ഇംപ്ലിക്കേഷൻ ഫോർ ഗ്ലോബൽ പീസ്, UN Charter, veto power and endorsement challenges in international dispute, geopolitical risk of expanding military doctrines like preemptive strikes തുടങ്ങിയ ടോപ്പിക്കുകളിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ, where does India lag in gender metrics? എന്തുകൊണ്ടാണ് ഇന്ത്യ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇത്രത്തോളം പിറകിലേക്ക് പോയിട്ടുള്ളത്? ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയാൻ 148 കൺട്രീസിൽ 131 സ്ഥാനമാണ്. സോ എന്തുകൊണ്ടാണ് ഇത്രത്തോളം പൊളിറ്റിക്കൽ എംപവർമെന്റ് സ്ത്രീകൾക്കിടയിൽ കുറഞ്ഞിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വുമൺ MPs ആയാലും മിനിസ്റ്റേഴ്സ് ആയാലും ഒക്കെ വളരെ അധികം കുറവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വുമൺ റിസർവേഷനും കാര്യങ്ങളും ഒക്കെ വളരെയധികം ആ ഒരു ഇംപ്ലിമെന്റേഷൻ ഡിലേ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. 33% റിസർവേഷൻ വുമൺ ലെജിസ്ലേച്ചേഴ്സിന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് 2029 ഇലക്ഷന് ശേഷമായി ആ ഒരു ടൈമിൽ മാത്രമായിരിക്കും ഇത് എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് വരിക. സോ അതേപോലെ തന്നെ 15 വർഷത്തെ വാലിഡിറ്റിയും നമ്മൾ ആ ഒരു ബില്ലിൽ പറയുന്നുണ്ട്. സോ ഇത് എത്രത്തോളം ലോങ് ടേം ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളതും അതേപോലെ തന്നെ എത്രത്തോളം ഈ ഒരു പൊളിറ്റിക്കൽ എംപവർമെന്റ് ഈ ഒരു ഇത്രയും വർഷക്കാലം സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകും എന്നുള്ളത് ആ ഒരു ലോങ് ടേം എഫക്ട് എത്രത്തോളം വർക്ക് ആവും എന്നുള്ളത് നമുക്ക് ഇന്നും സംശയകരമായ കാര്യമാണ്. സോ വുമൺ വോട്ടേഴ്സിന്റെയും ലീഡേഴ്സിന്റെയും ഇടയിലുള്ള ഡിസ്പാരിറ്റിയും വളരെ വലിയൊരു കാര്യമാണ്. കാരണം വുമൺ വോട്ടേഴ്സ് നമുക്ക് വളരെ അധികം കൂടുതലാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അത്രത്തോളം ഒരു പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ വുമൺസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല. കാരണം പല പാർട്ടികളും അതിനുള്ള റീസൺ ആയിട്ട് പറയുന്നത് വിന്നബിലിറ്റി എന്ന് പറയുന്ന കാര്യം വുമൺസിന്റെ ഇടയിൽ കുറവാണ്. കാരണം ഒരു ജനറൽ സീറ്റിൽ വുമൺസിനെ നിർത്തുകയാണെങ്കിൽ ആ ഒരു സീറ്റ് ജയിക്കാനുള്ള പ്രോബബിലിറ്റി അവിടെ വളരെ കുറവാണ് എന്നുള്ള റീസൺ കൊണ്ടാണ് ഈ പറഞ്ഞ ഇത്രയും വുമൺ വോട്ടേഴ്സ് ഉണ്ടായിട്ട് പോലും വുമൺ റെപ്രസെന്റേഷൻ പൊളിറ്റിക്കൽ ബേസിൽ നോക്കുമ്പോൾ വളരെ കുറവായിട്ട് നമുക്ക് കാണുന്നത്. സോ ഇത് ടോട്ടലി തന്നെ വുമൺ കാൻഡിഡേറ്റ്സ് ജനറൽ ഇലക്ഷനുള്ള വുമൺസ് കാൻഡിഡേറ്റ്സിനെ തന്നെ മൊത്തത്തിൽ അണ്ടർമൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. വേൾഡ് എക്കോണമിക് ഫോറം ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. എല്ലാ ഇയറിലും വേൾഡ് എക്കോണമിക് ഫോറം ഇത് റിലീസ് ചെയ്യുന്നുണ്ട്. കൺട്രീസിനെ ജെൻഡർ ഇക്വാളിറ്റിയുടെ ബേസിൽ റാങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മേജർ ഒബ്ജക്റ്റീവ്. 4 മെയിൻ കാറ്റഗറീസ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പൊളിറ്റിക്കൽ എംപവർമെന്റ്, അതായത് എത്രത്തോളം വുമൺസ് ആണ് പൊളിറ്റിക്സിൽ ഉള്ളത് എന്നുള്ളതാണ് അത് അനലൈസ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വൺ എക്കോണമിക് പാർട്ടിസിപ്പേഷൻ, വുമൺസിന്റെ ജോബ്സ്, വേജസ്, വർക്ക് ഫോഴ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു സെക്കൻഡ് ഇൻഡെക്സ് ക്രൈറ്റീരിയയിൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് തേർഡ് വൺ എഡ്യൂക്കേഷൻ, എത്രത്തോളം ലിറ്ററസി ഉണ്ട്, എത്രത്തോളം എൻറോൾമെന്റ് റേഷ്യോ വുമൺസിനിടയിൽ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. ദെൻ ഹെൽത്ത്, ലൈഫ് എക്സ്പെക്ടൻസി എങ്ങനെയാണ്, സെക്സ് റേഷ്യോ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇത്രയും ഒരു 4 കാറ്റഗറിയിലായിട്ട് നമ്മൾ നോക്കുന്നത്. ദെൻ എന്താണ് ഈ പറഞ്ഞ 30% റിസർവേഷൻ ലോ, അതിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസും കാര്യങ്ങളും ഒക്കെ. സോ ലോ 30% റിസർവേഷൻ വുമൺസിന് ലെജിസ്ലേച്ചറും കാര്യങ്ങളുമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതേവരെ ഇംപ്ലിമെന്റേഷൻ നടന്നിട്ടില്ല. കാരണം സെൻസസിനും അതിനൊക്കെ ഡീലിമിറ്റേഷനും ശേഷമായിരിക്കും ഈ ഒരു ലോ ആപ്ലിക്കബിൾ ആവുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. സോ പുതിയ ഡേറ്റാസും കാര്യങ്ങളും ഒക്കെ സെൻസസിന്റെ ഭാഗമായിട്ട് കിട്ടുമ്പോൾ ഈ പറയുന്ന സീറ്റിന്റെ അലോക്കേഷനിലായാലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് പുതിയൊരു മാനം കൈവരുമെന്ന് വിശ്വസിക്കാം. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS1ലും ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം challenges in implementing women's political participation and ensuring long-term gender representation, the disparities between women's social participation and political leadership roles, role of political parties and electoral reforms in enhancing women participation, ഇത്രയും ടോപ്പിക്കൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. സോ ഇന്ന് നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡിറ്റോറിയൽസും അതേണക്കെ ന്യൂസും ഒക്കെ നോക്കിയിട്ടുണ്ടായി. മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.